ബിഗ് ബോസ് സീസൺ 4-ന് ചുറ്റിപ്പറ്റിയുള്ള നാടകീയതകൾ ഇനിയും കെട്ടൊടുങ്ങിയിട്ടില്ല. ഇത്തവണത്തെ സീസണിലൂടെ ഒരു പ്രണയവിവാഹം പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. ബിഗ് ബോസ് പ്രേക്ഷകരും ദിൽറോബ് ആരാധകരും ഒരുപോലെ കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ദിൽഷയുടെ മറുപടി. ഇന്നലെ രാത്രിയോടെ ഒരു വീഡിയോ രൂപത്തിൽ തനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നെക്കുറിച്ച് ദിൽഷ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ദിൽഷ, റോബിൻ, ബ്ലസ്സി എന്നീ 3 പേരെ ബന്ധിപ്പിച്ചായിരുന്നു വീഡിയോ. തന്നെ ഡോക്ടറും ബ്ലസ്സിയും ചേർന്ന് ഒരു പാവയാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയായിരുന്നു. ഇനി എനിക്ക് പറ്റില്ല അങ്ങനെ നിൽക്കാൻ എന്ന് പറഞ്ഞാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇനി അങ്ങോട്ട് ഡോക്ടറുമായോ ബ്ലസ്സിയുമായോ ഒരു ഹെൽത്തി റിലേഷന് മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നും ദിൽഷ പറഞ്ഞു. തന്നെ സോഷ്യൽ മീഡിയയിൽ മോശക്കാരിയാക്കിയപ്പോഴോ അല്ലെങ്കിൽ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്കോ ഡോക്ടറോ ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നെ അവർക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നും ദിൽഷ പറഞ്ഞു. അതോടൊപ്പം തനിക്കെതിരെ തിരിഞ്ഞ ആർമിക്കെതിരെയും ദിൽഷ പ്രതികരിച്ചു. ദിൽഷ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പുള്ള 2 ദിവസം സോഷ്യൽ മീഡിയയിൽ ദിൽഷയ്ക്കെതിരെയും റോബിനെതിരെയും ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ദിൽഷയുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോ റോബിൻ ആർക്കൈവ് ചെയ്തു എന്ന വിഷയത്തിന്റെ പേരിൽ വിവരങ്ങൾ ചോദിക്കാൻ ദിൽഷയുടെ സുഹൃത്തായ സൂരജിന് ഒരാൾ മെസ്സേജ് ഇട്ടു. സംസാരിക്കുന്നതിനിടയിൽ സൂരജ് റോബിന് വട്ടാണെന്ന് പറഞ്ഞിരുന്നു. വോയിസ് മെസ്സേജ് അയച്ചാണ് സൂരജ് ഇത് അയച്ചത്. പിന്നീട് ഫാൻസിലൊരു കൂട്ടർ യൂട്യൂബിൽ പലതും പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് സൂരജ് തന്നെ ലൈവിൽ എത്തിയിട്ടുണ്ടായി. താൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നുവെന്നും അത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടില്ല, പക്ഷേ ഒഴിവാക്കാമായിരുന്നുവെന്നും തോന്നിയെന്ന് സൂരജ് ലൈവിലൂടെ പറഞ്ഞു. സൂരജ് പറഞ്ഞത്, തനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ നേരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് താൻ ഫ്രസ്ട്രേഡ് ആയിരുന്നു. അയാൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ തുടർന്നപ്പോൾ താൻ പറഞ്ഞു, അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രശ്നമായിരിക്കും, അവന് വേറെന്തെങ്കിലും അസുഖമായിരിക്കും, നീ അവൻ്റെ അടുത്ത് പോയി ചോദിക്ക്, അവന് വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മര്യാദയ്ക്കുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നും സൂരജ് മെസ്സേജ് അയച്ച ആളോട് പറഞ്ഞതായി ലൈവിൽ വന്ന് സമ്മതിച്ചു. 2-3 ദിവസം മുൻപ് ദിൽഷയുടെ ഒരു പോസ്റ്റ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. ജൂൺ 25, അതായത് ദിൽഷയുടെ ബർത്ത്ഡേ ദിവസം. ആ ദിവസം ദിൽഷയുടെ പേജ് ഹാൻഡിൽ ചെയ്തത് താനായിരുന്നു. ആ പോസ്റ്റ് സൂരജ് സ്റ്റോറി ഇട്ടിരുന്നു. ആ പോസ്റ്റ് 2 ദിവസം മുമ്പ് റോബിൻ ആർക്കൈവ് ചെയ്തു. പിന്നീട് 3-4 മണിക്കൂറുകൾക്കുള്ളിൽ ശേഷം അത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതായി. ഇതൊക്കെ റോബിൻ്റെ കൈ തട്ടി സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ തനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും ചെയ്യേണ്ട കാര്യം റോബിൻ ഇല്ലെന്നും സൂരജ് പറഞ്ഞു. അവർ തമ്മിലെ പ്രശ്നങ്ങളിൽ എനിക്കിടപെടേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ലെന്നും പറഞ്ഞു. കൂടാതെ റോബിനോടും ദിൽഷയോടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആരാധകരോട് പറയാൻ പറഞ്ഞു. ഇനിയും അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്നും സൂരജ് പറഞ്ഞു. ഇതിനുശേഷമാണ് ഇന്നലെ ദിൽഷ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ദിൽഷയുടെ വീഡിയോയ്ക്ക് ഡോക്ടറും മറുപടി.